കുറവുകൾ ഭർത്താക്കന്മാർക്ക് ഉണ്ടാവും പെങ്ങന്മാരെ. എല്ലാം തികഞ്ഞവരൊന്നും അല്ലല്ലോ. ചിലർ പറയും, ഓ മുസ്ലിയാരെ ഭാര്യ ആയിരുന്നെങ്കിൽ റാഹത്തായേനെ. തോന്നല. മുസ്ലിയാരെ ഭാര്യ വിചാരിക്കുന്നത് എന്താ? ഓ ഒരു ഗൾഫുകാരൻ്റെ ഭാര്യ ആയാൽ മതിയായിരുന്നു പടച്ചോനെ. അപ്പൊ ഗൾഫുകാരൻ്റെ ഭാര്യ ആയാൽ പറയും, പടച്ചോനെ ഒരു പോലീസുകാരൻ്റെ ഭാര്യ ആയാൽ മതിയായിരുന്നെന്ന്. ഇത് ആഗ്രഹങ്ങൾ പരന്ന് നടക്കൂ. ഒന്നിലും ഇതൊന്നും ഉടക്കി നിൽക്കൂല. ഇതൊന്നിലും പോയി നിന്ന് നിൽക്കൂല. ഒന്ന് ഇടിച്ച് നിൽക്കണ്ട എവിടെയെങ്കിലും. അതുകൊണ്ട് അള്ളാഹു നിങ്ങളുടെ ഉമ്മയുടെ വയറ്റിൽ വെച്ച് എഴുതിയ അല്ല, അതിനു മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു എഴുതിയ അവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടു. നിങ്ങളുടെ കല്യാണം ആലമുൽ അർവാഹിൽ വെച്ച് ഉറപ്പിച്ചതാ. പിന്നെ 50,000 ബ്രോക്കർക്ക് വെറുതെ കൊടുത്തതാങ്ങള്. നിങ്ങളെ തലവര. പിന്നെ അതിനെ ഒന്നുകൂടി രേഖാമൂലം ഉറപ്പിച്ചത് ഉമ്മയുടെ വയറ്റിൽ 4-ാം മാസത്തിലാണ്. നിങ്ങൾ ആര് കല്യാണം കഴിക്കുമെന്ന്. അതിനുശേഷം ഭൂമിയിൽ പല ആലോചന വന്നിട്ട് ഈ ലഡുവും ബിസ്ക്കറ്റും ചായയും പോയതല്ലാതെ വേറെ എന്തുണ്ടായി? അതൊന്നും നടക്കൂല. നിങ്ങൾക്ക് എഴുതിയത് 2 ലോകത്തും ആലമുൽ അർവാഹിലും അർഹാമിലും എഴുതിയത് അവിടെ കിടക്കുന്നേ ഉള്ളൂ. അതിനി വരാനേ നിൽക്കുന്നുള്ളൂ. അങ്ങനെ കിട്ടിയ ഭർത്താവിനെ സഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെ സഹിക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ വരും. അതിന് നിങ്ങൾക്ക് അള്ളാഹു കൂലിയും തരും. ആസിയ ബീവിക്ക് കൊടുത്ത കൂലി. പൊന്നു ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാര് നിങ്ങൾക്ക് എഴുതപ്പെട്ടതാണ്, തലവരെയാണ്. നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ സഹിച്ചോളീൻ. അയ്യൂബ് നബിക്ക് അള്ളാഹു കൊടുത്ത കൂലി നിങ്ങൾക്കും തരും. ഇതെന്റെ വാക്കല്ല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക. റീൽസ് കണ്ടിട്ട് റിയലാണെന്ന് ചിന്തിക്കരുത്.